പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ചില ചിന്തകൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രഥമവും പ്രധാനവുമായി ഓർപ്പിക്കാനുള്ളത് അനുസ്മരണങ്ങളെ അനുഭവങ്ങളാക്കി തീർക്കണം, ഓർമ്മകളെ ഓർമ്മപ്പെടുത്തലുകളാക്കണം എന്നുള്ളതാണ്. അനുസ്മരണകൾ അനുഭവങ്ങളാകാതെയും ഓർമ്മകൾ ഓർമ്മപ്പെടുത്തലുകളാകാതെയും ഇരുന്നാൽ അനുഷ്ഠാനങ്ങൾ അർത്ഥശൂന്യങ്ങളായി പരിണമിക്കും. അതിലേറ്റവും പ്രധാനമായി ഓർക്കേണ്ടത് ഇന്നാണ് അനുസ്മരണങ്ങളെ അനുഭവങ്ങളാക്കി തീർക്കുക എന്നുള്ളത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നാം ഏത് പരിശുദ്ധനെ ഓർക്കുന്നുവോ ആ പരിശുദ്ധൻ്റെ ജീവിതത്തിലേക്കും ജീവിത സംസ്കാരത്തിലേക്കും ജീവിത ശൈലിയിലേക്കും ആ പരിശുദ്ധൻ ആർക്കു വേണ്ടി ജീവിച്ചോ ആ കർത്താവായ യേശു ക്രിസ്തുവിനിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിയണമെന്നുള്ളതാണ്. ആ പരിശുദ്ധനിൽ കളിയാടിയ ജീവിത സംസ്കാരം, ത്യാഗോജ്വലമായ ജീവിതം, ദൈവത്തിന് കർത്താവിന് വേണ്ടി സമർപ്പിച്ച സമർപ്പിത ജീവിതം, അപ്രകാരം വിശുദ്ധ ഗീവർഗീസ് കാണുന്ന ജീവിത മൂല്യങ്ങളെ, ദൈവിക ജീവിത മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അവകാശിക്കാൻ തക്കവണ്ണമുള്ള ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അനുസ്മരണകൾ അനുഭവങ്ങളായിത്തീരും. അപ്രകാരം ആ പരിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ നല്ല സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലും പിൻപറ്റി ജീവിപ്പാൻ തക്കവണ്ണമുള്ള അദമ്യമായ ആഗ്രഹം നമുക്കുണ്ടാകണമെന്നുള്ളതാണ് ഒന്നാമത് ഓർപ്പിക്കാനായിട്ടുള്ളത്. അനുസ്മരണകളെ അനുഭവങ്ങളാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ എല്ലാ ചെയ്തികളും അർത്ഥശൂന്യങ്ങളായി പരിണമിക്കുമെന്നുള്ള ഈ ജീവിക്കുന്ന യാഥാർത്ഥ്യം നമ്മളെ ഓർക്കണം എന്നുള്ളത് ഒന്നാമത് ഓർപ്പിക്കുകയാണ്. ഗീവർഗീസ് സഹദായെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട് സഹദായുടെ ജീവിതത്തെക്കുറിച്ച് പറയാനായിട്ടല്ല, സഹദായിൽ നിന്ന് പഠിക്കാനുള്ള ചില പാഠങ്ങൾ മാത്രം പറയാനായിട്ടാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഓർപ്പിക്കാനുള്ളത് ക്രിസ്തുവിൻ്റെ സത്യ അനുഗാമിയായിരുന്നു ഗീവർഗീസ് സഹദ എന്നുള്ളതാണ്. ഇന്ന് വായിച്ചു കേട്ട അവൻഗേലിയ ഭാഗത്ത് വായിക്കുന്ന ഒരു വാക്യമുണ്ട്: ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ആശിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. യേശു ക്രിസ്തുവിന് വേണ്ടി ക്രൂശ് എടുത്ത് അനുഗമിച്ച അനേക സഹദേന്മാരുടെയും പരിശുദ്ധന്മാരുടെയും ജീവിതം നമുക്കറിയാം. ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിത്വമാണ് ഗീവർഗീസ് സഹദ. അനുഗമിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച വ്യക്തി. എന്താ അനുഗമിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം? സാധാരണ നമ്മൾ അർത്ഥമാക്കുന്നത് പിന്നാലെ പോവുക എന്നൊക്കെയാണ്. എന്നാൽ അനുഗമിക്കുക എന്നുള്ളതിൻ്റെ മൗലിക അർത്ഥം ആയിരിക്കുക എന്നാണ്. ക്രിസ്ത്യാനികൾ എന്ന പേരിനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്നാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക എന്നാണ്. എന്നാൽ ഇന്ന് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുകയാണോ നമ്മളെന്ന് നാം ചിന്തിക്കണം. നമ്മുടെ പേരിൻ്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്നവരാണോ നമ്മുടെ ജീവിതമെന്ന് നാം ചിന്തിക്കണം. സഹദേന്മാരും പരിശുദ്ധന്മാരും അവർ വഹിച്ച പേരിനെ അന്വർത്ഥമാക്കിയവരാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പലപ്പോഴും ആ പേരിനെ കളങ്കപ്പെടുത്തുന്നവരാണ് എന്നുള്ളത് സംശയമില്ലാത്ത സംഗതിയാണ്. കർത്താവിനോടോടെ ജീവിപ്പാൻ, അതുകൊണ്ട് മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഇടത്തും എൻ്റെ വലത്തും എൻ്റെ മുമ്പിലും എൻ്റെ പിൻപിലും യേശു നിൽക്കുന്നത് കൊണ്ട് എനിക്ക് തിന്മയായ കാര്യങ്ങൾ പറയുവാനും പ്രവർത്തിപ്പാനും സാധ്യമല്ല എന്ന്. ആ മഹതിയുടെ ദൈവസാന്നിധ്യ ബോധം അല്പമായിട്ടെങ്കിലും രുചിച്ചറിയുവാൻ തക്കവണ്ണം സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. അതിനേക്കാൾ എത്രയോ അനുഗ്രഹകരമായി ക്രിസ്തുവിൻ്റെ സാന്നിധ്യബോധം 100% അർത്ഥപൂർണമായി അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഗീവർഗീസ് സഹദായെ പോലെയുള്ള സഹദേന്മാരൊക്കെ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ഹോമിച്ചത്. ആ ഒരു ദൈവസാന്നിധ്യ ബോധം രുചിച്ചറിയുവാൻ ഈ ജീവിക്കുന്ന കാലയളവിൽ ഒരിക്കലെങ്കിലും സാധിച്ചിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹീതമായ ജീവിതമായി തീരും നമ്മുടെ ജീവിതം. അല്ലാതെ ദൈവം എവിടെയൊക്കെയാണ്, എൻ്റെ അടുക്കലില്ല എന്നുള്ള ചിന്തയോടുകൂടി എന്തും ചെയ്യാമെന്നുള്ള പ്രവൃത്തി ഒരു ജീവിത രീതിയോടുകൂടി മുന്നേറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെയധികം പ്രയാസകരമായി തീരും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ അർത്ഥപൂർണ്ണമായി അനുഗമിക്കുവാൻ, യേശുവിനോടുകൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതാണ് ഗീവർഗീസ് സഹദായും പരിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സംഗതി. കർത്താവിനോട് കൂടെ ജീവിച്ചവരാണ്, കർത്താവ് കൂടെയുണ്ടെന്ന് വിശ്വസിച്ചവരാണ്. ആ ഒരു വിശ്വാസം നമുക്ക് വളരെയധികം വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി ഓർപ്പിക്കാനുള്ളത് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുക മാത്രമല്ല, അവരെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു എന്നുള്ളതാണ്. ഇന്ന് നാം ആണ് ആരാധിക്കുന്നത്? സത്യദൈവത്തെ ആണോ മിഥ്യാദൈവത്തെയാണോ? ഒട്ടുമുക്കാലും പേര് മിഥ്യാദൈവത്തെയാണ് ആരാധിക്കുന്നത്. സത്യദൈവം എന്താ പറഞ്ഞത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അത് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ വാക്യമാണ്. മനുഷ്യനെ ദൈവം തന്റെ സാദൃശ്യ സ്വരൂപത്തിലും സൃഷ്ടിച്ചു. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസൃതമായ ഒരു ദൈവത്തെ അവൻ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ദൈവത്തോട് പറയുകയാണ്, നീ ഇന്നത് തരണം, എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരണമെന്ന്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹാഭിലാഷങ്ങളോട് നമ്മൾ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. സത്യദൈവം എന്താ ചെയ്തത്? ഭാര്യമേറിയ കുരിശുമെടുത്ത് കാൽവറി കുരിശ് യാഗമായി തീർന്നാൻ പോയി. തന്നെ യാഗമാക്കി തീർത്ത് മനുഷ്യകുലത്തിന് വേണ്ടി.
ആ യാഗമായി തീർന്ന കർത്താവിൻ്റെ പിന്നാലെ പോകുന്നവരെന്ന് പിന്നണിക്കാരാണെന്ന് പറയുന്ന നമ്മൾ ക്രൂശുമായി യാതൊരു ബന്ധവുമില്ല, ത്യാഗവുമായി യാതൊരു ബന്ധവുമില്ല, കഷ്ടപ്പാടുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ അതിൽ നിന്ന് എത്രയോ അകന്നു നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ സാധിക്കും? അതുകൊണ്ട് കർത്താവിനെ സത്യമായി ആരാധിക്കുവാൻ, സമർപ്പിക്കുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കണം. സത്യാരാധന അത് യഥാർത്ഥമായി യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ യഥാർത്ഥമായി അറിഞ്ഞ് തൻ്റെ ജീവിതം എന്തിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചുവോ ആ ജീവിത സംസ്കാരവും ജീവിത ആദർശങ്ങളും നമ്മുടെ ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കൊണ്ട് സാധിക്കുമ്പോൾ അനുഗ്രഹകരമായി യേശുവിനെ പിൻഗമിക്കുവാൻ തക്കൊണ്ട് നമുക്ക് സാധ്യമായി തീരും, യാതൊരു സംശയവുമില്ല. ത്യാഗത്തിൻ്റെ ബലിവേദിയിൽ ബലിയാടായി തീരുവാൻ തക്കവണ്ണം കർത്താവിനെ പോലെ ഗീവർഗീസ് സഹദായും മനസ്സ് വെച്ചു എന്നുള്ളതാണ് ഗീവർഗീസ് സഹദയുടെ ഏറ്റവും വലിയ മൂല്യമെന്ന് പറയുന്നത്. ത്യാഗത്തിൻ്റെ ബലിവേദിയിൽ ബലിയാടായി തീരുവാൻ തന്നെ സമർപ്പിച്ചു. ഇന്ന് ത്യാഗത്തിൻ്റെ ബലിയാടായി തീരുവാൻ നമ്മളെക്കൊണ്ട് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? നാം ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ആഗ്രഹാഭിലാഷങ്ങൾ സാധിക്കാൻ വേണ്ടി എന്തെല്ലാം പാടുപെടുന്നു. ഈ മണ്ണാങ്കട്ട നാളെ കുഴിച്ചിടാനുള്ളതാണ്. ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി എന്തെല്ലാം പാടാവിടുന്നത്, എന്തെല്ലാം അധ്വാനമാണ്, എന്തെല്ലാം കളത്തിലാ പറയുന്നത്, എന്തെല്ലാം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? നാളെ കുഴിച്ചിടാനുള്ള ഈ മണ്ണിന് വേണ്ടി, വേറൊന്നിനുമല്ല. ഇതാണോ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം? ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണോ? നമ്മളിൽ വസിക്കുന്ന ഒരു ആത്മാവുണ്ട്, അതെന്നും ജീവിക്കാനുള്ളതാണ്, നിത്യമായി ജീവിക്കാനുള്ളതാണ്. ആത്മാവിന് വേണ്ടി കരുതണം, ആത്മാവിന് വേണ്ടി ജീവിക്കണം, ആത്മാവിനെ പുഷ്ടിപ്പെടുത്തണം, അതിനെ പ്രകാശിപ്പിക്കണം. അതാണ് ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. ആ ദൗത്യം അറിയാതെ ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം അത് ജീവിതത്തിൻ്റെ പരാജയത്തിലേക്കായിരിക്കും പോകുന്നത്, യാതൊരു സംശയമില്ല. ആകയാൽ നമ്മിൽ വസിക്കുന്ന ദൈവത്തെ യഥാർത്ഥമായി പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു ജീവിതക്രമം നമുക്കുണ്ടാകണം. ത്യാഗത്തിൻ്റെ ബലിവേദിയിൽ ബലിയാടായി തീർന്ന ഗീവർഗീസ് സഹദായുടെ ജീവിതത്തിലൂടെ, ആത്മബലിയിലൂടെ തന്നെ പ്രശോഭിതനാക്കി തീർത്തതുപോലെ നമ്മളും ത്യാഗത്തിൻ്റെ വഴിയിലൂടെ നടന്ന് നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. പത്രോസ്ലീഹയുടെ 1:2 പറയുന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് അവൻ്റെ കാൽച്ചുവടും തരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന്. കർത്താവിൻ്റെ ജീവിതക്രമം ഗീവർഗീസ് സഹദായും മറ്റുള്ളവരും അനുകരിച്ച പോലെ നമ്മളും ആ ജീവിതത്തെ അനുകരിപ്പാൻ തക്കവണ്ണം ഇടയാകണമെന്ന് ഓർപ്പിക്കുകയാണ്. മറ്റു കാര്യം ഓർപ്പിക്കാനുള്ളത്, തിന്മയ്ക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമായിരുന്നു ഗീവർഗീസ് സഹദായുടെ ജീവിതം. സർപ്പം തിന്മയുടെ പ്രതീകമാണ്. തിന്മയ്ക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം തൻ്റെ ജീവിതത്തിലൂടെ നടത്തി. പല പരിശുദ്ധന്മാരുടെ ജീവിതം അത് നമ്മെ പഠിപ്പിക്കുന്നതാണ്. പ്രാർത്ഥനയും നോമ്പ് ഉപവാസം തുടങ്ങിയുള്ള ആത്മീയ സംരക്ഷണത്തിലൂടെ തങ്ങളുടെ ജീവിതത്തെ ആത്മാവിൽ ബലപ്പെടുത്തി ശത്രുവിനെതിരെ, തിന്മയ്ക്കെതിരെ അടരാടി വിജയം പ്രാപിച്ചവരാണ് അവരൊക്കെ. നമ്മുടെ ജീവിതമോ തിന്മയ്ക്കെതിരെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ്. തിന്മയുടെ സംസ്കാരത്തിനെതിരെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ ഒരു കീഴ്പ്പെടൽ അല്ല ആവശ്യം, അതിനെ ഉച്ചാടനം ചെയ്യുവാൻ തക്കവണ്ണമുള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ആർജന സംസ്കാരം ഉപയോഗിച്ച് വർജന സംസ്കാരം നാം സ്വീകരിക്കണം. ഗീവർഗീസ് സഹദായും മറ്റും അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു വലിയ സംഗതി എന്ന് പറയുന്നത്, ആർജന സംസ്കാരത്തെ ഉപേക്ഷിച്ചു. ഇന്നത്തെ മനുഷ്യനെല്ലാം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ഓടി നടക്കുക. എല്ലാം എനിക്ക് വേണ്ടി, മറ്റുള്ളവരെ കൊണ്ടുള്ള കരുതലില്ല. ആർജന സംസ്കാരമാണ് ഇന്ന് കൊടികുത്തി വാഴുന്നത്. ഈ ആർജന സംസ്കാരത്തെ വിഭാടനം ചെയ്യണം. ഗീവർഗീസ് സഹദായും പരിശുദ്ധന്മാരും ആർജന സംസ്കാരത്തെ വിഭാടനം ചെയ്ത് തങ്ങൾക്കുള്ളതുകൂടി മറ്റുള്ളവർ കൊടുത്തവരാണ്. ആ വർജന സംസ്കാരമാണ് നമുക്ക് ആവശ്യം. വർജിക്കുമ്പോൾ ദൈവത്തെ കൂടുതലായി നമുക്ക് മനസ്സിലാക്കുവാനും ആർജിക്കുവാനും സാധിക്കും. നമ്മുടെ സ്വന്തം എന്നുള്ളതൊന്നും വിചാരിക്കരുത്. എന്തെങ്കിലും ആർക്കെങ്കിലും സ്വന്തമായിട്ടുണ്ടോ? പ്രിയമുള്ളവർ, ആർക്കെങ്കിലും കൈപോക്കി പറയാൻ പറ്റുമോ എൻ്റെ സ്വന്തം ഇതാണെന്ന്? ഒരുത്തർക്കും ഇല്ല. ഒന്നും സ്വന്തമായിട്ടൊന്നുമില്ല. ദൈവം തന്നതേ ഉള്ളൂ എല്ലാവരുടെയും. ദൈവം തന്നല്ലാതെ ഒരു നിമിഷം കയ്യിലില്ല, ഒരു വസ്തുവും കയ്യിലില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ജീവിക്കുന്നത് വെറും വില കുറഞ്ഞൊരു ജീവിതമാണ്. ആകയാൽ ആർജന സംസ്കാരത്തെ വിഭാടനം ചെയ്ത് വർജന സംസ്കാരത്തിൻ്റെ ആധിപത്യം പുലർത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കണം, കർത്താവിനെ പോലെ, ഗീവർഗീസ് സഹദായെ പോലെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹീതമായി തീരും. ഒരു കാര്യം കൂടെ പറഞ്ഞതിൻ്റെ വാക്കുകൾ സ്മരിക്കുകയാണ്. കഷ്ടതയിലൂടെ കർത്താവിൻ്റെ നല്ല സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കണം. ഗീവർഗീസ് സഹദായും മറ്റ് പരിശുദ്ധന്മാരും തങ്ങളുടെ ജീവിതം ത്യാഗത്തിൻ്റെ ബലിവേദിയിൽ ബലിയാടായി തീർന്നുകൊണ്ട് കഷ്ടതയുടെ നെരിപ്പോടിൽ എരിഞ്ഞടങ്ങിക്കൊണ്ട് അവരുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ള ജീവിതമാക്കി തീർത്തു. അപ്രകാരം ഒരു ജീവിത സാക്ഷ്യമുള്ളവരായി നമ്മൾ തീരേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. യേശുക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നതാണ്. ദൈവമേ, എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി അല്പമായിട്ടെങ്കിലും കഷ്ടം അനുഭവിച്ച്, മറ്റുള്ളവരെ സ്നേഹിച്ച്, സഹായിച്ച്, അവരെ പരിപാലിച്ച്, സ്വാർത്ഥത ഉപേക്ഷിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോട് ജീവിപ്പാൻ തക്കണമുള്ള വിശാല ഹൃദയവും ആത്മബോധവും ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഗീവർഗീസ് സഹദയുടെ മധ്യസ്ഥത നമുക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ.